അമ്മയും മകനും മാത്രമുണ്ടായിരുന്ന ഈ വീട്ടിൽ അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? ഇവിടെയിട്ടാണ് ഒരു മകൻ അമ്മയെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. അന്ന് വൈകിട്ട് ആ മകന് ഉണ്ടാക്കി കൊടുത്ത ചോറാണ്. ഈ ചോറ് കഴിച്ചവൻ എന്തിനായിരിക്കണം ആ അമ്മയെ കൊലപ്പെടുത്തിയത്? മോസസ് എന്നു പേരുള്ള ഇവൻ എന്തുകൊണ്ട് പിശാചായി മാറി? അമ്മയെ കൊന്ന ഇവന് ശരിക്കും മാനസിക രോഗമുണ്ടോ? അവന് തലയ്ക്ക് അസുഖമൊന്നുമില്ല. അമ്മയെ പച്ചയ്ക്ക് കൊളുത്തിയതിനു ശേഷം മണിയടിച്ചുകൊണ്ട് ഈ മുറിയിൽ നിന്നും കാവി കൈലിയും എടുത്ത് പുറത്തേക്ക് വന്നതിന്റെ പിന്നിൽ ആ സൂചന ഉറപ്പാണ്, അതതിലുണ്ട്. തിരുവനന്തപുരം വെള്ളറ ഗ്രാമത്തെ ഞടുക്കിയ നളിനി എന്ന അമ്മയുടെ കൊലപാതകത്തിന്റെ ചുരുളെഴുകയാണ് ഇവിടെയാണ് വെച്ച് കത്തിച്ചത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ മീതെ പറക്കില്ല. അപ്പോൾ സർക്കിൾ വന്നതിന് ശേഷമാണ് ഈ കല്ലുകൾ മാറ്റി. അതിനുമ്പ് ഈ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ കാണും. പിന്നെ സർക്കിൾ സാർ വന്നതിന് ശേഷമാണ് ഇതെല്ലാം പിറക്കി മാറ്റിയപ്പോൾ ഈ കാലിൻ്റെ ഇവിടം വരെ ഉണ്ട്. ഒന്നുമില്ല. ഒന്നും അറിഞ്ഞു നമുക്ക് അറിഞ്ഞൂടെ. അതവൻ തന്നെ ഇടയ്ക്ക് ഇത് ഇവിടെ 2 എണ്ണം ആദ്യം ഇളക്കിയതാണ്. ഇവിടെയും അവിടെ ഇതൊക്കെ ഈ മരിക്കണതിനും 2 ദിവസം നേരം ഇളക്കി. അതിനകത്ത് കമ്പിയുണ്ട്. കമ്പിയൊക്കെ കൊണ്ട് വിറ്റ് കൂട്ടുകാരുമായിട്ട് വെള്ളം അടിക്കുന്നതാണ്. ഇതിവിടെ ആള് കാണാതെ വെച്ചിരിക്കുന്നു. ശരിക്കും ഈ സ്ഥലമൊക്കെ കണ്ട നമ്മള് ഈ ഒരാളെ ദഹിപ്പിച്ച ഒരു സ്ഥലമാണ്. അത് അടുപ്പായിരുന്നേ. അവിടെ കഞ്ഞി വയ്ക്കും. അടുപ്പായിരുന്നു. ഈ ഭാഗത്തിട്ടാണ് സ്വന്തം മകൻ അമ്മയെ ജീവനോടെ തീ കൊളുത്തി കൊന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ ഇവരൊക്കെ സംശയിക്കുന്നത് പോലെ ഈ അമ്മയെ അവൻ ആദ്യം കൊലപ്പെടുത്തിയിട്ടുണ്ടാവണം. ഈ ചേച്ചിയൊക്കെ പറഞ്ഞത് ഇവർ 2 പേരും ആ മരണപ്പെട്ട അമ്മയുടെ സഹോദരങ്ങളാണ്. ഒരുപക്ഷെ തലയോട് പോലും കത്തിയതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിരുന്നില്ല ഇവിടെ. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞ സ്വന്തം മകളെ പീഡിപ്പിച്ച കേസിൽ അകത്തു പോയവനാണ് സ്വന്തം അമ്മയെ പച്ചയ്ക്ക് കൊളുത്തിയതല്ലേ?
അവർ ഇവിടെ നിന്ന് പാവ തരുന്നെങ്കിൽ അവരെയും കൊല്ലുമായിരുന്നു. ഇപ്പൊ 1.5 വർഷം എന്തരായെന്ന് പറഞ്ഞില്ലേ ഉള്ളു. വന്നു എൻ്റെ ഭാര്യയും 2 പിള്ളേർ. അതല്ലേ കാണാൻ വന്ന അമ്മേ? ഒന്നുമില്ലല്ലോ, കാണാനും ഒന്നുമില്ലല്ലോ. അവർ വന്നപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. കാല് മാത്രമല്ല, പിന്നെ ഒന്ന് ഒരു കൊച്ചു 5 വയസ്സായ പിള്ളേർ പോലത്തെ പെട്ടിയിലാണ് കൊണ്ടുവന്നത്. കാല് മാത്രമേ ഉള്ളൂ. 5 വയസ്സ് വരൂല്ല, അങ്ങനെയുള്ള ഒരു കൊച്ചിന്റെ പെട്ടിയിലാണ്. തുറന്നൊന്നും കാണിച്ചില്ല. കാല് മാത്രമേ ഇവിടെ വെച്ച് നമ്മളെല്ലാം കണ്ടല്ലോ. നമ്മള് കാലൊക്കെ കണ്ടു. കാല് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. എല്ലാം കത്തിച്ച് ഒന്നുമില്ല, കാലുള്ള. അപ്പോൾ ഇവ അടിക്കണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു പരാതി കൊടുക്കട്ടോ. എന്നിട്ട് എൻ്റെ ആള് ഞങ്ങൾക്ക് ശല്യമായിട്ട് ഞങ്ങൾ പല ദിവസം പരാതി കൊടുക്കും. പോലീസ് പറയും നിങ്ങൾ പോയി ഞങ്ങളിപ്പോൾ വരുമെന്ന് പറയും. പിന്നെ അന്വേഷിക്കില്ല. ഈ പോലീസാണ് ഇവരെ ഇങ്ങനെ വളർത്തിയത്. അന്വേഷിച്ച് അവർ തക്കതായ പിന്നെ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. പിന്നെ എന്നിട്ട് പറഞ്ഞ് ഇളയവൻ അവനെ പൊടിയനെന്നാണ് പറയണത്, ജെയിൻ ജേക്കബ്. വീട് വെക്കാനടുത്ത് നിങ്ങളെ കൊണ്ടാക്കട്ടോ, അവിടെ നിങ്ങൾക്ക് പോയി കിടക്കാൻ പറ്റൂല. എന്നിട്ട് എൻ്റെ ആൾ കേട്ട് പരാതി കൊടുക്കും. അപ്പോഴും പരാതി കൊടുക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പിള്ളേരെ കൊണ്ടിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. അവൾ കരഞ്ഞാണ് പറയണത്. അവൾ എന്തൊരു ചെയ്താലും കുഴപ്പമില്ല. പിന്നെ എന്നിട്ട് കമ്പിട്ടൊക്കെ കുറുകിൽ കുത്തി ഇടി കൊടുത്ത് ഇവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ മുഴ പോലെ തന്നെ അടിക്കണത്. എന്നിട്ട് വേവിച്ച് കൊടുക്കാൻ ഇവിടെ വന്ന് കിടക്കും. ഇപ്പൊ രാവിലെ ഇളയവൻ വന്നപ്പോഴേ കാണുന്നില്ലേ? വന്നപ്പോഴാണ് ഒരു 6:30 മണിയാവും. 6:30 പുലർച്ചെ വന്നപ്പോഴാണ് ഞാൻ ജീവണം. അപ്പൊ അമ്മ എന്ന് വിളിച്ചോണ്ടിരുന്നു. അപ്പൊ അമ്മയെ കണ്ടില്ല. ഞാൻ എത്തി നോക്കിയപ്പോ ഈ കാലുണ്ട്. ഇപ്പൊ ഓടി ഇതിൻ്റെ പിച്ചെത്തിയതൊക്കെ ഓടി. ഇത് അവിടെ പോയി സാറൊക്കെ അവിടെ നിന്ന് അവിടെ പോയി നിന്നിട്ട് അവൻ്റെ അളിയനെ പപ്പയുടെ സഹോദരി ഒരു മോനെയും പിന്നെ ഞങ്ങള് ഒരു മാമൻ്റെ മോൻ്റെ മോൻ കട്ട കമ്പനി ഇട്ടിരിക്കുന്നത് അവനെല്ലാം വിളിച്ച്. അപ്പൊ അതിനു മുമ്പേ എല്ലാവരും വന്നു. പക്ഷെ ഇവൻ ഈ കത്തിയുമായിട്ട് നിന്ന് പോലീസിന് ഉൾപ്പെടെ ആക്രമിച്ചെന്നല്ലേ പോലീസ്. അല്ല, അമ്മയെ കത്തിച്ച് കൊന്നതും പോരാ വരുന്ന ആൾക്കാരുടെ അടുത്ത് അതിന്റെ അരിശം തീർക്കും. അത് ആദ്യം 4 പോലീസ് വന്നിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേര് കൂടെ വന്നതിന് ശേഷമാണ് അവനെ പിടിച്ച് കെട്ടിയത്. ഞങ്ങളും ഒരു 9 മണിയൊക്കെ ആയി അറിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ അടുത്താണ് കുറച്ച്. അങ്ങനെ പറയുന്നത് 10 രൂപ പോയിന്റ്. ഇവൻ എന്തിനായിരിക്കും അമ്മയെ കൊന്നത്? ഒന്ന് പറഞ്ഞു അവന് ആളുകൾ പറയണ നിധി എടുക്കാനെന്നാ പറഞ്ഞോണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ്. നിധിയോ എന്നൊക്കെ പറഞ്ഞ് ബലി കൊടുത്തത് എന്താണെന്ന് അറിഞ്ഞൂടാ. നിധി എടുക്കാൻ വേണ്ടി ബലി കൊടുത്തു അമ്മയെ? അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അവന് എന്താ വിശ്വാസം? ചില കുറിയൊക്കെ പിടിച്ചോണ്ട് നടക്കും ചില സമയത്ത്. അപ്പൊ അവനോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ ഈ അമ്മയെ ബലി കൊടുത്ത നിധി കിട്ടുന്നു? ദുഷ്ടമന്ത്രവാദികൾ പറഞ്ഞു കൊടുത്തെന്ന് അറിഞ്ഞൂടാ. ഈ അമ്മയെ കത്തിച്ച് കളഞ്ഞാൽ ഇവന് ഈ നിധി കിട്ടുമെന്ന് ഒരുപക്ഷെ ദുർമന്ത്രവാദികൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ജീവനോടെയാണോ കത്തിച്ചത് അല്ലാതെ കൊന്നിട്ടാണോ ഒന്നും അറിഞ്ഞൂടാ. ഒന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും ഇനിയിപ്പോ ഈ ടെസ്റ്റിൽ അറിയാൻ പറ്റും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ അതിന്റെ നിജസ്ഥിതി അറിയാൻ പറ്റും. പറഞ്ഞു കൊടുത്ത് അങ്ങനെ ജീവനോടെ ബലി കൊടുത്തല്ലോ അങ്ങനെയാണെന്നോ നമുക്കൊന്നും അറിയില്ല. അല്ല, അങ്ങനെ സംശയിക്കുന്നുണ്ടോ ബലി കൊടുത്തതാണെന്ന്? അല്ല, ഇവനെ ഈ ദുർമന്ത്രവാദിയുടെ അടുത്ത് പോവും എന്ന് അമ്മയ്ക്ക് അറിയായിരുന്നോ? പോകുന്നുണ്ടോ എന്തെങ്കിലും? നമുക്കറിയാം. കുറികളൊക്കെ പിടിച്ചോണ്ട് നടക്കാം. അവിടെ പോണെന്ന് നമുക്ക് ആളുകൾ പോണവരൊക്കെ പലരും. നിങ്ങൾ ചർച്ചിൽ പോകുന്ന ആളുകളാ. അപ്പം ഇവൻ ഇതുപോലെ ഈ കുറിയിട്ട് നടക്കുകയും ചെയ്യും. അല്ല, അവന് തലയ്ക്ക് അസുഖം ഒന്നുമില്ല. ചുമ്മാ അവനെ അല്ലെന്ന് പറയാൻ നമുക്കറിയാം. പക്ഷെ ഇവൻ ഇനി പുറലോകം കാണരുത് എന്ന് നിങ്ങൾ രണ്ടുപേരും ഇനി അവനെ ഇനി വിടണ്ട. സാറേ അവനെ വിടരുത്. എന്റെ അപ്പോ ഇനി ആരെ കൊല്ലുമെന്ന് അറിഞ്ഞൂടാ. അവൻ അങ്ങനെയുള്ള ദുഷ്ടത്തിനായി അവന് പുറത്തിറങ്ങിയ ഈ അമ്മയെ ഭീഷണിപ്പെടുത്ത പോലെ കൊലപ്പെടുത്തുന്ന പേടിയുണ്ടോ? തള്ളേക്കൊന്നും ബാക്കിയുള്ളവര് വെറുതെ വിടുവോ? എന്തായാലും ഈ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഈ സഹോദരിമാർ രണ്ടുപേർ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ തലയോടിന് അല്ലെങ്കിൽ തല കാണാനില്ല എന്ന് പറയുന്നു. 2 കൈപ്പത്തി കാണാനില്ല. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ഇവൻ അറുത്തു മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അറുത്തുമാറ്റി മറ്റെന്തെങ്കിലും ഈ പറയുന്നത് പോലെ ഇവർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതോ ദുർമന്ത്രവാദിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് അമ്മയുടെ ശിരസും കൈപ്പത്തിയുമൊക്കെ അറുത്തുമാറ്റി ഇവിടെ ബലി കൊടുത്തതാണെന്ന് ഇവർ സംശയിക്കുന്നത് ഒരുപക്ഷെ അത് സംശയമാണെങ്കിൽ അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ വ്യക്തത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ നോർമലാണ്. ഇവൻ അല്ലാതെ ഇവന് മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ഇവൻ ഈ അമ്മയെ കുരുതി കൊടുത്തതാണോ എന്ന് ബന്ധുക്കൾ സംശയിക്കുന്നതാണ് ഇനി തെളിയേണ്ടത്.